ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 22-23 വചനങ്ങളാണ്. അവിടെ നാം കാണുന്നത് യഹോവയാം ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം ബലി അർപ്പിക്കാനല്ല, ദഹനബലി അർപ്പിക്കാനല്ല, നേരെ മറിച്ച് നിങ്ങൾ എൻ്റെ വാക്കുകളെ അനുസരിക്കുക. നിങ്ങൾ എൻ്റെ വാക്കുകളെ അനുസരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. നിങ്ങൾ ഏത് ശുഭകാര്യം ചെയ്താലും അത് അനുഗ്രഹകരമായി തീരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, യഹോവയാം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നീ അനുസരിക്കുന്നവരായി തീരുകയാണ്. നമ്മൾ ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നവരും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരുമായാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം ആശീർവദിക്കും, അതെല്ലാം ശുഭമായി തീരുകയും ചെയ്യും. എന്നാൽ നാം അനുസരണക്കേട് കാട്ടി ദൈവത്തിൻ്റെ ഹിതങ്ങൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട് നാം എത്രയേറെ ബലിയർപ്പിച്ചാലും എത്രയേറെ പ്രാർത്ഥിച്ചാലും അതിന് യാതൊരുവിധ പ്രതിഫലവും ലഭിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് വിചിന്തനം ചെയ്യുക. ഇത് ഞാൻ ദൈവഹിതത്തിനനുസരിച്ചാണോ ചെയ്യുന്നത്? ദൈവവചനം പറയുന്ന കാര്യങ്ങളാണോ ഞാൻ എൻ്റെ പ്രവൃത്തിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അന്വേഷിച്ച് കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, ദൈവഹിതമനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീർന്നാൽ തീർച്ചയായും നിൻ്റെ ഭാവി ശുഭമായി തീരും. നീ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറും. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.